നമ്മൾ വെറുതെ അതിങ്ങനെ മൂടിപ്പോച്ച് കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെ മനസ്സ് നന്നാകണ്ടേ, നമ്മളെ ആഖിറത്ത് നന്നാകണ്ടേ, ആഖിബത്ത് നന്നാകണ്ടേ. ഏറ്റവും വലിയ വിട്ടുവീഴ്ച തരുന്ന യജമാനല്ലേ നമ്മുടെ യജമാനനായ റബ്ബ്. ഒന്ന് വാപ്പ് കൊടുത്തുകൂടെ, ഒന്ന് വിട്ടുകൊടുത്തൂടെ, പൊരുത്തപ്പെട്ടു കൊടുത്തൂടെ. കുടുംബങ്ങൾ തമ്മിലുള്ള വ്യത്യസ്ത ബന്ധങ്ങൾ. ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ മൂപ്പര് കഴിക്കുന്നുണ്ട്, അലക്കിക്കൊടുന്ന് തേച്ചുകൊണ്ട് ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ വർത്തമാനം പറഞ്ഞിട്ട് മിണ്ടിയിട്ട് കൊല്ലത്രയോ ആയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിരപരാധിയായ ആ പെണ്ണ് അവരിൽ നിന്നുണ്ടായ എന്തോ ഒരു ചെറിയ വിഷമത്തിൻ്റെ പേരിലാണ് ഈ പിണക്കുന്നെങ്കിൽ ആ മനസ്സിൽ നൊന്തുകൊണ്ട് ഇറക്കുന്ന ആ വേദനകളുടെ ഓരോ നിമിഷങ്ങളും ആഖിറത്തിൽ പ്രതികൂലമായി നിങ്ങൾക്ക് ബാധിക്കും. നന്നാക്കേണ്ടവരല്ലേ അവരെ നിങ്ങൾ. നല്ല പെരുമാറ്റം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണ്ടേ. എന്താ നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഇണകളോട് നല്ല അർത്ഥത്തിൽ നിങ്ങൾ പെരുമാറി ജീവിക്കണം. എന്താ പെരുമാറ്റം? പോരായ്മ സംഭവിച്ചാലും മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ് നല്ല പെരുമാറ്റം. അതിങ്ങനെ എല്ലാ ദിവസവും അനൗൺസ്മെൻറ്റ് ചെയ്യാന്നല്ല, ആവർത്തിച്ച് ഇങ്ങനെ പറയാന്നല്ല. എന്തെങ്കിലും ഒരു വീക്ക്നെസ് വരുമ്പോൾ തറവാടടക്കം ബാപ്പാനും വല്യാപ്പാനും വിളിച്ച് പറയാന്നല്ല അതിൻ്റെ അർത്ഥം. മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ജീവിതം കൊടുക്കണം, നല്ല സംസ്കാരം കൊടുക്കണം, നല്ല സ്വഭാവം കൊടുക്കണം. ഒരു ചെറിയ അബദ്ധം സംഭവിച്ചു പോയി, പിന്നെ എന്നും പിണക്ക, എന്നും തെറ്റാ സഹോദരങ്ങളെ. ചെറിയൊരു അബദ്ധം സംഭവിച്ചു പോയി, സംഭവിച്ചത് അബദ്ധമാണ്, തെറ്റാണ്. നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങളൊക്കെ എണ്ണിയാൽ അടുപ്പിക്കോ നിങ്ങളങ്ങോട്ട്? പുരുഷന്മാരായ നിങ്ങൾ ചെയ്യുന്ന സ്വകാര്യതകളും മറ്റുള്ള നെറുകേടുകൾ അറിഞ്ഞിട്ട് നിങ്ങളെ എണ്ണി പറഞ്ഞാൽ സമൂഹത്തിൽ ആരെങ്കിലും സ്വീകരിക്കോ നമ്മളെ? എത്ര സഹകരണത്തോടെ അവർ ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് പറയലുണ്ട്, നമുക്ക് അവകാശമില്ലാത്ത ഔദാര്യങ്ങൾ ഒരുപാട് ചെയ്തു തരുന്നവരാണ് ഇണകള്. സ്നേഹം കൊടുക്കാൻ മനസ്സ് വേണം. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക നമ്മുടെ ഇണക്ക് നിർബന്ധ ബാധ്യതയല്ല. ഈ യുഗത്തിൽ ജീവിക്കുന്ന സൗകര്യങ്ങളും പത്രാസും സംവിധാനങ്ങളിലൊക്കെ ഒരു ചെറുപ്പക്കാരനോട് തൻ്റെ ഇണ പറയാണ് ഒരു കൂലിക്കാരിയെ വെക്കണം എന്ന് പറഞ്ഞാൽ വെച്ചു കൊടുക്കേണ്ടി വരും. അവിടെ നിർബന്ധമായിട്ടും വെച്ചു കൊടുക്കേണ്ടി വരും. അലക്കാനൊരു പെണ്ണിനെ വെക്കണം, എന്നെ കൊണ്ട് കയ്യിലാണ് അലക്കി കൊടുക്കേണ്ടി വരും, ഒരു പെണ്ണിനെ വെക്കേണ്ടി വരും. നമ്മളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഒരു സഹകരണം പലപ്പോഴും പാലിക്കുമ്പോ അങ്ങോട്ടും വേണ്ടേ സഹോദരങ്ങളെ സഹകരണം. ജീവിതാവസാനം വരെ വിട്ടുപിരിയാത്ത ബന്ധമാകണം. വിട്ടുപിരിയാത്ത ബന്ധം ജീവിതാവസാനം വരെ. 60 വയസ്സായാലും 70 വയസ്സായാലും ബന്ധം വിടാൻ പാടില്ല. അങ്ങനെ ഉണ്ടൊരു കണക്ക്. 60 വയസ്സാകും പിന്നെ അവിടെ ഒരു കോളാമ്പി, അവിടെ ഒരു കട്ടിൽ, അവിടെ റൂം, ഇവിടെ ഒരു കട്ടിൽ. കോളാമ്പി എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവില്ലേ അല്ലേ? ഞാൻ വിചാരിച്ചു വേറെന്ത് ഭാഷയൊക്കെ ഉണ്ടാവും ഇവിടെ. കോളാമ്പി മനസ്സിലായില്ലേ? തുപ്പുന്ന പാത്രം അതിനാ വേറെന്തോ പറയണ്ടാവുന്നു. 2 മൂലയിലേക്ക് ഇടാൻ പാടില്ല. അവരെ ഒരുമിച്ചാണ്. ജീവിതത്തിന്റെ അവസാനം വരെ ഒരു കട്ടിലാണ്. എങ്ങനെ 2 കട്ടിൽ വന്ന്, എങ്ങനെ 2 റൂം വന്ന്, എങ്ങനെ? അല്ല, നിങ്ങൾ 25-ാമത്തെ വയസ്സിലോ മറ്റേ 18 വയസ്സിലോ 19 വരുമ്പോൾ ഒരു റൂമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഒരു കട്ടിലുണ്ടായിരുന്നുള്ളൂ. 4 മക്കളുണ്ടായിട്ട് ആ മക്കളെ വിവാഹം കഴിച്ച് വിടുമ്പോഴും ഒരു കട്ടിലല്ലേ ഉള്ളൂ. അങ്ങനെ 2 കട്ടിലായത്. എങ്ങനെ ആയത്? അത് ശരി, ലാസ്റ്റ് ഘട്ടത്തിൽ ബന്ധം മുറിച്ചിട്ട് അങ്ങനെ നരകത്ത് പോകാൻ നിൽക്കുക. പിന്നെ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അവിടുന്ന് അങ്ങോട്ട് വിമർശനായി, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അവിടുന്ന് ഇങ്ങോട്ട് വിമർശനായി. അങ്ങനല്ല, ജീവിതത്തിന്റെ അവസാനം വരെ ആ ബന്ധം വേണം. ലാസ്റ്റ് ഘട്ടം വരെ ബന്ധം സുദൃഢമായിട്ട് പൊരുത്തത്തോടെ വേർപിരിയണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉമ്മമാരോട്, പെങ്ങന്മാരോട്, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, പൊരുത്തക്കേടുള്ള വാക്കുണ്ടാക്കരുത്, പ്രവർത്തനങ്ങൾ ഉണ്ടാക്കരുത്. സ്നേഹമസൃണമായ പെരുമാറ്റമാണ് ബന്ധത്തിന്റെ ഏറ്റവും കാതൽ. കുടുംബജീവിതത്തിലെ ബന്ധത്തിന്റെ ഏറ്റവും വലിയ കാതൽ സ്നേഹമസൃണമായ പെരുമാറ്റം. ആ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പഴമക്കാരിൽ നിന്ന്, ഔലിയാക്കളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണത്. ലോകത്ത് അറിയപ്പെട്ട ഔലിയാക്കൾപ്പെട്ട ഒരു മഹാനല്ലേ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. എത്ര വലിയ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ചെറിയ മഹാനൊന്നുമല്ല. അസ്വദുൽ അൻസി എന്ന കള്ളപ്രവാചകനെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ശരീരത്തിന്റെ രോമം പോലും കരിയാതെ എഴുന്നേറ്റ് വന്ന മഹാനാണ്. അത്രയും വലിയ ബഹുമാനം അള്ളാഹു നൽകിയ മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ജീവിച്ചിട്ടുണ്ട്, പക്ഷേ തങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. താബിഈങ്ങളിൽ ഏറ്റവും സ്ഥാനമുള്ളത് അവരാണ്. മുഖലർമീൻ എന്നാണ് അവർക്ക് അറബിയിൽ പറയുന്ന പേര്. തങ്ങളെ കാലത്തുണ്ട്, പക്ഷേ തങ്ങളെ കാണാൻ അവസരം കിട്ടിയിട്ടില്ല.
അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പള്ളി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴേ, വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ മുറ്റത്തെത്തുമ്പോൾ അല്ലാഹു അക്ബർ തക്ബീർ, അല്ലാഹു അക്ബർ എന്നൊരു തക്ബീർ കേട്ടാൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഇണ അവിടുന്ന് ഇങ്ങോട്ട് വരും, അല്ലാഹു അക്ബർ എന്ന് പറയും. വീട്ടിന്റെ നടുത്തളത്തിൽ വാതിൽക്കൽ എത്തുമ്പോഴേക്ക് പറയും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മഹാനവറുകളങ്ങ് കയറുമ്പോഴേക്ക് ആ ചെരുപ്പെടുക്കും. ചെരുപ്പെടുത്തിട്ട് സാധാരണ ചെരുപ്പ് വെക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കും. വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തുണിയെടുത്തുകൊണ്ട് ഒന്ന് കൊടുക്കും, മാറ്റാനുള്ള തുണി. ഒരു ഭാഗത്തിരുന്നാൽ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് രണ്ടുപേരും ഭക്ഷിക്കും. നാട് നീള അറിയപ്പെട്ട ഒരു സംഗതിയാണിത്. പലപ്പോഴും അബൂ മുസ്ലിം തങ്ങൾ വരുമ്പോ ഭാര്യ പറയും മർഹബാ അഹ്ലം വസഹ്ലാ. ഭാര്യ പുറത്തുപോയി വരുമ്പോ ഭർത്താവ് പറയും മർഹബാ അഹ്ലം വസഹ്ലാ. നമ്മളാ മർഹബ അഹ്ലം വസഹ്ല കണ്ടില്ലേ? കല്യാണത്തിന്റെ അന്ന് ആ ബോർഡിൽ മാത്രം ഉണ്ടാവും. കല്യാണത്തിന്റെ അന്ന് കുത്തിച്ചാരി വെച്ച ബോർഡിലുണ്ടാവും മർഹബ അഹ്ലം വസഹ്ല. അല്ലെ റബീഉൽ അവ്വൽ എവിടെയെങ്കിലും ഉണ്ടാവും. അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറയുന്നൊരു വാക്കാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറ്റത്തിറങ്ങിയിട്ട് പറയുന്ന വാക്കാണ് മർഹബൻ ബിബിനതി, മർഹബൻ ബിബിനതി. എൻ്റെ മോള് വരുന്നുണ്ട്, മോൾക്ക് സ്വാഗതം, സന്തോഷം. നബി തങ്ങൾ പറയാ, അടുത്തെത്തുമ്പോൾ സലാം പറഞ്ഞ് കൈ കൊടുത്തിട്ട് കുട്ടികളെ ഇരിക്കുന്ന ആ കുട്ടികളങ്ങോട്ട് വാങ്ങിയിട്ട് മോളെ കൈ പിടിച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് കയറും. എന്താ സന്തോഷം! അടുത്തിരുന്നിട്ടേ സംസാരിക്കുള്ളൂ എന്നാണ്. നമ്മൾ എത്ര മൈലീസ് അപ്പുറത്തിരുന്ന സംസാരിക്കല്. അത് ചോദിച്ചാൽ തന്നെ ഫുള്ള് കാര്യം ചോദിക്കാൻ നേരം കിട്ടല്ല ഇല്ലല്ലേ? ഒന്ന് അടുത്തിരുന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അതിന് അടുപ്പം വേറുണ്ട്, ഒരു സന്തോഷം വേറുണ്ട്, ഇണക്കം വേറുണ്ട്. ശരി, മക്കളെ അടുത്ത് അവരെ കെട്ടിച്ചേക്കുമ്പോൾ അവരെ മാത്രം ഇരിക്കാൻ പറ്റുള്ളൂ എന്നാ? അങ്ങനെ ഉണ്ടാ പരിധി? അല്ലെങ്കിൽ ആരെങ്കിലും സംശയിക്കുന്ന? സുബ്ഹാനല്ലാഹ്, ബന്ധത്തിന്റെ വിലയാ ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ബന്ധങ്ങൾ വയസ്സ് കൂടുമ്പോൾ എങ്ങനെ ബന്ധനായി മാറുന്നത്? പിന്നെ ബാപ്പ ചിന്തിക്കുന്നു ഉമ്മ മരിക്കട്ടെ, ഉമ്മ ചിന്തിക്കുന്നു ബാപ്പ മരിക്കട്ടെ എന്നല്ലേ. ഇതുവരെ അവർ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയം മുതൽ ആരും പെട്ടെന്ന് മരിക്കരുത് എന്നായിരുന്നു ചിന്ത. ഇപ്പൊ പെട്ടെന്ന് മരിക്കണം എന്നായോ? അങ്ങനെ ആകരുത്. അവസാനം വരെ ഇണക്കം തന്നെയാകണം. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറളിലായി നിൽക്കുമ്പോ 9 ഭാര്യമാരും തങ്ങളുടെ ചുറ്റുഭാഗത്തുമുണ്ട്. തങ്ങൾ ചോദിക്കുന്നു ഐന ഐന അനഗദൻ, ഐന അനഗദൻ, നാളെ ഞാൻ എവിടെയാ, നാളെ ഞാൻ എവിടെയാ. ഓരോ വീടുകളും എണ്ണി പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെപ്പോഴാണ് ഞാൻ എത്തുന്നത്? തങ്ങൾക്ക് താല്പര്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കാനാണെന്ന് കണ്ടപ്പോ 8 പേരും ചോദിച്ചു, നബിയേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകണോ? തങ്ങളിങ്ങനെ സമ്മതം എന്ന അർത്ഥത്തിൽ തലയാട്ടിയപ്പോൾ 8 പേരും അതിന് സമ്മതം കൊടുത്തു. എന്നാലും പകൽ സമയങ്ങളിൽ 9 പേരും തങ്ങളെ ചുറ്റുഭാഗത്തുമുണ്ട്. വിശേഷങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, ആവശ്യങ്ങൾക്ക് ഖിദ്മത്തുകളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അവസാനം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എനിക്ക് മാത്രം അല്ലാഹു തന്ന ചില ഭാഗ്യങ്ങളുണ്ട്, ലോകത്തൊരു പെണ്ണിനും കൊടുക്കാത്ത ചില ഭാഗ്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോ മഹദി പറഞ്ഞു, തങ്ങൾ വഫാത്തായത് എൻ്റെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ്. കണക്ക് കൂട്ടി നോക്കുമ്പോ അന്ന് തങ്ങൾ എൻ്റെ വീട്ടിലെത്തുന്ന ദിവസമാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച തങ്ങൾ വഫാത്തായത് എൻ്റെ വീട്ടിൽ വെച്ചാണ്. തങ്ങൾ അവസാനം പിരിഞ്ഞത് മാബൈന നഹരി വ ഫഖദി, എൻ്റെ നെഞ്ചിൻ്റെയും എൻ്റെ കാലിൻ്റെ മുട്ടുംകാലിൻ്റെയും ഇടക്കുള്ള സ്ഥലത്തേക്ക് ചാരിക്കടന്നുകൊണ്ടാണ്. എൻ്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അവസാനമായി ഒരുമിച്ച് പോയി. അതല്ലാഹു എനിക്ക് തന്ന ഭാഗ്യമാണ്. എൻ്റെ മടിയിൽ തങ്ങൾ കിടക്കുമ്പോ എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മുന്നിലൂടെ പോയി. എൻ്റെ സഹോദരൻ്റെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്, അറാക്കുണ്ട്. എൻ്റെ മടിയിൽ
കിടക്കുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്കിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് തോന്നി തങ്ങൾക്കത് ആവശ്യമുണ്ട് എന്ന്. ഞാൻ ചോദിച്ചു, നബിയെ മിസ്വാക്ക് വേണോ? തങ്ങൾ പറഞ്ഞു, തല കൊണ്ട് ആംഗ്യം കാണിച്ചു, അതേ മിസ്വാക്ക് വേണം. തങ്ങൾക്കത് സമ്മതമാണെന്ന് മനസ്സിലായപ്പോ സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് വാങ്ങി. ആ മിസ്വാക്ക് ഉപയോഗിക്കാത്തതാണ്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ എൻ്റെ വായിൽ വെച്ച് ചവച്ച് അരച്ചു. എൻ്റെ ഉമിനീരതിൽ പിടിച്ചല്ലോ. ആ ഉമിനീരോടുകൂടെ തങ്ങൾക്ക് ഞാൻ മിസ്വാക്ക് ചെയ്തു കൊടുത്തു. സന്തോഷം പറയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലാഹു എനിക്ക് തന്ന ഭാഗ്യമാണ്. എൻ്റെ ഉമിനീരും അവിടുത്തെ ഉമിനീരും അവസാനം ഒരുമിച്ച് ചേർന്നു. എൻ്റെ മടിയിൽ കിടന്നിട്ട് ആ തങ്ങൾ വഫാത്തായത് കട്ടിലില്ലാഞ്ഞിട്ടല്ല. ആ നിലക്കുള്ളൊരു സ്നേഹബന്ധം ജീവിതത്തിൽ നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്രയായാലും വെറുക്കാൻ പാടില്ല, എത്ര വയസ്സായാലും വെറുക്കാൻ പാടില്ല, എത്ര രോഗമായാലും വെറുക്കാൻ പാടില്ല, എത്ര പ്രായമായാലും വെറുക്കാൻ പാടില്ല. ഒരു നിലക്കും വിട്ടുപിരിയാത്ത രീതിയിലുള്ള ബന്ധം. എത്ര പ്രായമുള്ള മഹദിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അസുഖബാധിതയായി കിടക്കുമ്പോൾ തങ്ങളെ അടുത്തുനിന്ന് വിട്ടുപിരിഞ്ഞിട്ട് പോലുമില്ല, അടുത്തവിടെ കൂടിയതാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് സന്തോഷത്തോടെ അവിടെ ഇരുന്നതാ തങ്ങൾ. പുറത്തു പോകാൻ തങ്ങളെ മനസ്സനുവദിക്കുന്നില്ല. പ്രായം എത്രയായി? പ്രായം 65ആയി. ഇത്രയും പ്രായാധിക്യത്തിലും ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്ന സ്നേഹവും തങ്ങൾ തിരിച്ചങ്ങോട്ട് നൽകുന്ന സ്നേഹവും തുല്യതയില്ലാത്ത, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്നേഹബന്ധമാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. ഇണപിരിയാത്ത സ്നേഹമാകണം. മക്കളൊക്കെ വലുതായിട്ട് കെട്ടിച്ചയക്കുമ്പോൾ വരെ മാത്രമുള്ള ബന്ധമാകരുത്. ഭർത്താവ് മരിക്കുമ്പോൾ വരെയുള്ള ബന്ധമാകരുത്. ഭാര്യയുടെ ബന്ധം ശേഷവും തുടരണം. സ്നേഹബന്ധം എപ്പോഴും നിലനിൽക്കേണ്ടതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ബന്ധം മുറിക്കുന്ന ആള് മൽഊനാണ്, ശപിക്കപ്പെട്ട ആളാണ്. ഹദീസിൽ കാണാം, കുടുംബബന്ധം മുറിച്ച ആള് അവൻ മൽഊനാണ്, ശപിക്കപ്പെട്ടവനാണ്. വഇൻ മാത ഫീ ജൗഫിൽ കഅബ, കഅബന്റെ ഉള്ളിലാണ് അവൻ മരിച്ചതെങ്കിലും മൽഊനാൻ. എത്ര പവിത്രമായ സ്ഥലമാണ് കഅബന്റെ ഉള്ള്. സ്വർഗത്തിൽപ്പെട്ട സ്ഥലമല്ലേ സഹോദരങ്ങളെ. ആ കഅബന്റെ ഉള്ളിൽ കിടന്നിട്ടാണ് മരിച്ചതെങ്കിലും ബന്ധം മുറിച്ച ആള്, ബന്ധം തകർന്ന ആള് മൽഊനാണ്, ശപിക്കപ്പെട്ടവനാണ്. ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു തന്റെ മകനെ വിളിച്ച് മുഹമ്മദുൽ ബാഖിർ തങ്ങളെ വിളിച്ചിട്ട് പറയും, മോനെ, ഒരിക്കലും ലാ തുജാലിസിൽ ഖാതിഅ, കുടുംബ ബന്ധം ശിഥിലമാക്കിയവൻ, തകർത്തവനോടൊപ്പം നീ ഇരിക്കരുത്. ഫഇന്നഹു മൽഊനും ഫീ കിതാബില്ലാഹ്, കുടുംബ ബന്ധം മുറിച്ചവൻ അല്ലാഹുവിന്റെ കിതാബിൽ ശപിക്കപ്പെട്ടവനാണ്. സലാസ മർറാത്ത്, 3 തവണ അല്ലാഹു ലാനത്ത് ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 3 തവണ അല്ലാഹു ലാനത്ത് ചെയ്തിട്ടുണ്ട് കുടുംബ ബന്ധം മുറിച്ചവരെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്ത ആയത്ത് മോദി, ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, കുടുംബ ബന്ധം മുറിച്ചവർ അല്ലാഹു തആല ശപിച്ചവരാണ്, അല്ലാഹുവിന്റെ ലാനത്ത് കിട്ടിയവരാണ്. അവർ ഒരു നിലക്കും സുഖം പിടിക്കൂല. കുടുംബ ബന്ധം മുറിച്ച ആളുകൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ദുനിയാവിലുള്ള വലിയൊരു നഷ്ടമാണ് അവരെ ദുആഇന് ഉത്തരം കിട്ടാത്തത്, ബറക്കത്ത് ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നത്, കഷ്ടപ്പാടുകൾ ഏറി വരുന്നത്, മുറാദുകളൊന്നും ഹാസിലാകാത്തത്, മനസ്സ് എപ്പോഴും നീറിപ്പുകയുന്നത്, ബന്ധവിച്ഛേദിക്ക് വരുന്ന അവസ്ഥയാണ്. ഏതെങ്കിലും തരത്തിൽ പിണക്കങ്ങൾ ബാധിച്ചാൽ പഴയ കാലത്തൊക്കെ പെട്ടെന്ന് നന്നാക്കുന്ന സ്വഭാവമാണ്. അത് ബന്ധത്തിന്റെ കാര്യവും അതിൻ്റെ അർത്ഥവും ആഖിറത്തിലുള്ള വിജയവും ആലോചിച്ചിട്ടാണ്. ബന്ധം പുലർത്തി നല്ലൽക്ക് ജീവിച്ചോളൂ. അർശിന്റെ തണൽ വരെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാസിലുർ റഹീം, മരിക്കുന്നത് വരെ ബന്ധം പുലർത്തി ജീവിച്ച ആൾക്ക് അർശിന്റെ തണലുണ്ട്. ഇവിടെ ആയുസ്സും ഭക്ഷണവും റിസ്ക്കും സമ്പത്തൊക്കെ വിശാലായി കിട്ടുന്നല്ല, ആഖിറത്തിലെത്തുമ്പോൾ അവന് സന്തോഷാണ്. അർശിന്റെ തണൽ കിട്ടാതെ പലരും വിഷമിക്കുമ്പോൾ കുടുംബ ബന്ധം പുലർത്തിയ ആൾക്കൊണ്ട് അർശിന്റെ തണല് 7 വിഭാഗത്തിലല്ല. നിങ്ങൾ എണ്ണി നോക്കിയാൽ ഇത് കാണൂല. 7 വിഭാഗം മാത്രമല്ല അർശിന്റെ തണൽ കിട്ടുന്നത്, 70-ലധികമുണ്ടെന്ന് ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വേറെ എണ്ണേണ്ടതാണ്. ഞാൻ പറയുന്നത് നല്ല പൊരുത്തമുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കണം.
ഇടപാടുകളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചാകണം. ബഹുമാനിക്കേണ്ട തലങ്ങൾ ഏറ്റവും നല്ല ബഹുമാനത്തിൽ കാണണം. മാതാപിതാക്കളാണല്ലോ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ബഹുമാനം വേണം, ഭർത്താവിന് ഭാര്യയോടും ബഹുമാനം വേണം. അവരെൻ്റെ കീഴിൽ ജീവിക്കുന്നൊരു പെണ്ണാണ് എന്നൊരു നിലക്കും തോന്നിക്കാൻ പാടില്ല. ഞാനാ നിനക്ക് ഭക്ഷണം തരുന്നതെന്നുള്ള ആ വർത്താനം എന്ന് പറയുന്നത് അതൊക്കെ പഴയ പരകി പുളിച്ച സംസ്കാരമാണ്. അതൊന്നും ഇപ്പോൾ പറയാൻ പാടില്ല. അതല്ലെങ്കിൽ തന്നെ ഒരു മോശമാണ്. ഞാനാ ചിലവരിന് കേട്ടാ കരുതി ഇയാൾ ചക്രവർത്തിയാണ്, ചിലവരിന് ഞാനാ പുര ഉണ്ടാക്കിയത്, ഞാൻ എൻ്റെ വാഹനം ഉണ്ടാക്കിയത്, അതൊന്നും എണ്ണി പറയാൻ പാടില്ല. നിന്റെ ഔദാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അതൊക്കെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കേണ്ട ഹിതമല്ലേ? അതൊന്നും എണ്ണിപ്പരത്തി പറയരുത്. വിട്ടുവീഴ്ച ചെയ്തിട്ട് സ്നേഹമസൃണമായ പെരുമാറ്റത്തോടെ നിന്നിൽ നിന്നൊരുപാട് മാതൃകകൾ അങ്ങോട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാകണം നിന്റെ ജീവിതം, നിന്റെ ഇണക്ക്. എൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണ് എന്ന ഒരു തോന്നൽ ഒരിക്കലും നിന്റെ സംസാരത്തിലോ നിന്റെ പ്രവൃത്തിയിലോ നിന്റെ രൂപത്തിലോ ഭാവത്തിലോ കാണാൻ പാടില്ല. ദീനിന്റെ ഖിദ്മത്തില് നിന്റെ വിചാരങ്ങളെ ഹലാലായി വിനിയോഗിക്കുന്നതിൽ അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ ഒരു സഹായി. ആ സഹായി എന്നുള്ള അർത്ഥത്തിൽ നല്ല സ്വഭാവത്തോടെ പെരുമാറിയിട്ട് അവരെ മനസ്സിൽ നിന്നോട് എപ്പോഴും സ്നേഹമാണ് ഉണ്ടാകേണ്ടത്, എപ്പോഴും നിന്നോട് സമ്പർക്കമാണ് ഉണ്ടാകേണ്ടത്, പൊരുത്തമാണ് ഉണ്ടാകേണ്ടത്. നിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ആളാകണം അവരെ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ആളാകണം നിങ്ങള്. ഇതാണ് ബന്ധം. വീട്ടിൽ നിന്ന് പോയാലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീട്ടിലില്ലാത്ത കാലല്ലേ ഹിറായിൽ ഇരുന്ന കാലം. തങ്ങളെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ടാണ്, സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹ നടന്നു നീങ്ങിയത്. വരാൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അട്ടിപ്പാത്രം എടുത്ത് വരണം എന്ന് പറഞ്ഞിട്ടോ ഒന്നല്ല, പറയാതെയാണ് ആ വരുന്നത്. സാന്നിധ്യത്തിൻ്റെ ആഗ്രഹമാണ്. 9 ഭാര്യമാരും പകൽ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വീട്ടിലാണോ മദീനത്ത് ആ വീട്ടിൽ വന്നിരുന്നിട്ട് കിട്ടുന്ന നേരം സംസാരിച്ചിരുന്നത് സാമീപ്യത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണ്. നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഒരു മാസം ഇവിടെ ജോലിക്ക് പോയിട്ട് വീട്ടിൽ വരും. നിങ്ങൾക്ക് എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ മനസ്സിലായി ഇയാളവിടെ നിൽക്കണ എന്നെ താല്പര്യമില്ല. നിങ്ങൾ ഇന്ന് തന്നെ പോവുക. സാധാരണ 3 ദിവസം ലീവ് ഉണ്ടാവില്ലല്ലോ, ഇപ്പം തന്നെ പോവാം. ഈ മാസം ഈ ലീവ് കുറവാണ്, അല്ല ഒരു അർജന്റ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്നാ വരിക? ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ആഴ്ച വരണട്ടോ. വരുന്നിട്ട് വരാതിരിക്കരുത്. ആ ഒരു സ്നേഹത്തോടുള്ള വർത്താനല്ലേ, അത് സാമീപ്യം ആഗ്രഹിച്ചിട്ടാണ്. അവരെവിടേക്കെങ്കിലും പോകുമ്പോൾ അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്, കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പനി പിടിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എല്ലാ ദിവസവും ആ വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെന്താ പറയാ, ഇനി പനിയൊക്കെ മാറിയിട്ട് വാ, ഞാൻ ഇവിടെ ഉണ്ടെന്നോ. ഞാൻ അങ്ങോട്ട് വന്നാൽ 150 250 ചെലവ് ഗുളിയൊക്കെ മറ്റൊക്കെ തരേണ്ടി വരും. അതുകൊണ്ടൊക്കെ മാറിയിട്ട് ഒക്കെ വാപ്പെടുത്തോട്ടെ, ഇങ്ങോട്ട് പോരുണ്ട്. അങ്ങനല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ, അങ്ങനല്ല സഹോദരങ്ങളെ. അതിന് പ്രത്യേക സാമീപ്യമൊക്കെ ഉണ്ട്, സമീപനമൊക്കെ ഉണ്ട്, പൊരുത്തമുണ്ട്, വാക്കുകളുണ്ട്. ആ രീതിയിലൊക്കെ പെരുമാറ്റങ്ങൾ വേണം നമ്മുടെ ഉമ്മത്തിൽ.